Hi everyone, this is Rinsi from Groww Malayalam channel. 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ പറയാറ്? 30 വയസ്സ് തന്നെയാണ് എനിക്ക്, പക്ഷെ 10 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷെ ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, യു ഷേപ്ഡ് കർവ് എന്നൊരു ഫിനോമിന അനുസരിച്ച് നിങ്ങളുടെ 40s ആവും ലൈഫിൽ ഏറ്റവും സ്ട്രെസ്ഫുൾ, അതുപോലെ സന്തോഷങ്ങളൊന്നും ഇല്ലാത്ത വർഷങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയല്ലേ? എവിടെയാണ് നമ്മുടെ സന്തോഷങ്ങളൊക്കെ മുങ്ങിപ്പോകുന്നത്? നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കുന്നു കയറി നമ്മുടെ സന്തോഷമെല്ലാം പോകുന്നതാവും. അതായത് നിങ്ങൾക്ക് ഇപ്പം ജോലിക്ക് പോകണം, കുട്ടികളുണ്ട്, പാരന്റ്സിനൊക്കെ പ്രായമാകുവാണ്, അത് മാത്രമല്ല നമുക്കും പ്രായമായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു കിടക്കുവാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഒരു സിൽവർ ലൈൻ ഉണ്ട്. നിങ്ങളുടെ സിസ്റ്റം ഒന്ന് റീബൂട്ട് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമാണ് നിങ്ങളുടെ 40s എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ ശരിക്കും നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഒരു ലൈഫ് കൊണ്ടുപോകണം എന്നുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് 40s എത്തും മുമ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങളുടെ 40s എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല, പക്ഷേ ഈ ഒരു പതിറ്റാണ്ടിൽ നമ്മൾ എങ്ങനെ വളരാം എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. പക്ഷേ അതിനു മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. നിങ്ങളൊരു 40 വയസ്സിലേക്ക് കയറുമ്പോഴേക്കും ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങളുടെ ഡോറിൽ വന്ന് മുട്ടാൻ വേണ്ടി തുടങ്ങും. എന്നിട്ട് അവർ നിങ്ങളുടെ വീട്ടിൽ കയറി സുഖമായിട്ട് അങ്ങ് കിടപ്പ് തുടങ്ങും. നമ്മളിവിടെ പറയുന്നത് വലിയ വലിയ ചിലവുകളെ കുറിച്ചാണ്. ലൈക്ക് മക്കളുടെ എഡ്യൂക്കേഷൻ, അവരുടെ വിവാഹം, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ. അത് നിങ്ങൾ വിട്ടുപോകരുത്. അതായത് നിങ്ങൾക്ക്, നിങ്ങളുടെ പാർട്ട്ണറിന്, നിങ്ങളുടെ പാരൻസിനൊക്കെ ഈ ഒരു സമയമാകുമ്പോഴേക്കും മെഡിക്കൽ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും. ഇന്നിപ്പം മെഡിക്കൽ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് എത്രയാണ്? 14%. ഇപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷനേക്കാളും ഇരട്ടിയാണ് ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമായി എന്നുള്ളത്. അപ്പം പലരും ഈ ഒരു പ്രായമൊക്കെ ആയപ്പോഴേക്കും ജോലിയിൽ നല്ലപോലെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. സോ ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ്മെന്റ്സ് തിരഞ്ഞെടുക്കുകയും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറും ഒരു ഹെൽത്ത് കെയർ പോളിസിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നതൊക്കെ വളരെയേറെ ചെലവേറിയ കാര്യമാണ്. അതായത് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം അവർക്ക്, അതുപോലെ തന്നെ അവരുടെ വിവാഹം. ഇതൊന്നും ജസ്റ്റ് ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് മാത്രമല്ല, ഒരു മേജർ ഫൈനാൻഷ്യൽ കാര്യം കൂടിയാണിത്. അപ്പം നമ്പർ വെച്ച് തന്നെ നമുക്കിത് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നിപ്പം ഇന്ത്യയിലെ പാരന്റ്സ് പ്രീ പ്രൈമറി മുതൽ 12th വരെ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനായിട്ട് 25 മുതൽ 50 ലക്ഷം രൂപയുടെ ഇടയ്ക്ക് ചെലവാക്കുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷന് ഒരു 15 മുതൽ 50 ലക്ഷം രൂപയുടെ ഇടയ്ക്ക്. അതായത് ഏത് കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് കോസ്റ്റിൽ മാറ്റം വരും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇന്നത്തെ കോസ്റ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ഇൻഫ്ലേഷൻ കൂടി നമ്മൾ കണക്കാക്കണം. അപ്പോൾ എഡ്യൂക്കേഷണൽ എക്സ്പെൻസിന്റെ ഇൻഫ്ലേഷൻ വരുന്നത് 11 മുതൽ 12% ഇടയ്ക്കാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ മെഡിക്കൽ കോഴ്സിന് കോസ്റ്റ് വരുന്നത് 50 ലക്ഷം രൂപയാണ്. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു 2030 ആകുമ്പോഴേക്കും 80 ലക്ഷം രൂപയാകാം. ഇന്നിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയിലേക്ക് നമുക്ക് 15 ലക്ഷം രൂപയാണ് കോസ്റ്റ് വരുന്നത്. പക്ഷെ 2030 ആകുമ്പോഴേക്കും 37 ലക്ഷം രൂപയാകും. നമ്മൾ ജസ്റ്റ് ഡൊമസ്റ്റിക് എഡ്യൂക്കേഷൻ മാത്രമല്ല സംസാരിക്കുന്നത്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ USA ട്യൂഷൻ ഫീസ് 747.8% 1963 നിന്ന് കൂടിയേക്കുന്നത്. ഇപ്പോൾ ഹാർവേർഡ് പോലത്തെ യൂണിവേഴ്സിറ്റിയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കോസ്റ്റ് 2021 $82,178 ആണ്. അത് ഒരു വർഷം കൊണ്ട് $84,413 ആയിട്ട് കൂടി. സോ ഇതൊക്കെയാണ് നമ്മൾ ഒരു പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ വിദ്യാഭ്യാസം അതുപോലെ തന്നെ വിവാഹ ചെലവുകൾ കൂടുന്നതനുസരിച്ച് നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ഇരിക്കണം. സോ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി അങ്ങ് തുടങ്ങുവാണെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതെ നിങ്ങൾക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നിപ്പം ചെറിയൊരു എമൗണ്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് മാറ്റി വെച്ചാൽ തന്നെ ബൈ ടൈം നമുക്ക് നല്ലൊരു തുക നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഇമ്പാക്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് തുടങ്ങുന്നത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള നീക്കം മാത്രമല്ല, വലിയൊരു ഫൈനാൻഷ്യൽ സ്ട്രെസ് ഇല്ലാതെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കൂടി നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരാനുള്ള ചെലവുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടുനോക്കാം. ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കാം. ഇനി അടുത്തത് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഒഴിവാക്കുക എന്നതാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ചെലവുകൾ നിങ്ങൾ കൂട്ടുന്നതിനാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത് നമ്മൾ കൂടുതൽ സമ്പാദിക്കുന്നതുകൊണ്ടാവും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല ഇതിന്റെ കാരണം. ഇതിന് വേറെയും കാര്യങ്ങളുണ്ട്. ലൈക്ക് ഫോമോ പോലത്തെ ഫാക്ടേഴ്സ്. അതായത് ഇപ്പം നിങ്ങളുടെ സമപ്രായക്കാർക്കുള്ളതുപോലെ എനിക്കും ഉണ്ടാവില്ലേ എന്നുള്ളൊരു പേടി. ഇപ്പോൾ വലിയ ചെലവുകൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ലൈഫ് സ്റ്റൈൽ ഷിഫ്റ്റ് നിങ്ങളുടെ ചെലവുകൾ കൂട്ടാം. അപ്പം ഇത് വളരെ വൈകും വരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഒരു കൺട്രോൾ
കൺട്രോളും ഇല്ലാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ സേവിങ്സ് മൊത്തം തീരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് ടേമിൽ ഫൈനാൻഷ്യൽ ഗോൾസ് ഒക്കെ നിങ്ങളുടെ റിസ്കിലാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഒരു ത്രെഡ്മില്ലിൽ കയറിയിട്ട് നിൽക്കുന്ന പോലെയാണെന്ന് നമുക്ക് പറയാം. അതായത് നിങ്ങളിപ്പോൾ കിടന്ന് ഓടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എവിടെയും എത്തുന്നില്ല. അപ്പം നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, നിങ്ങൾ അതുപോലെ തന്നെ ചിലവാക്കുന്നുണ്ട്, പക്ഷെ സമ്പത്തൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. സോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് എത്തിക്കും. അപ്പം നിങ്ങളുടെ വരുമാനമൊക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിലവാക്കുന്നതിൽ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലുള്ള വരുമാനം ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി സഹായകരമാവും. അത് അപ്പം നിങ്ങളുടെ ചിലവുകളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പേയ്മെന്റ് മോഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കടക്കഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സിലൊന്നും നിങ്ങൾ മയങ്ങി വീഴരുത്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ 2 ഫ്രണ്ട്സ്, അർജുനും രവിയും, രണ്ടുപേരും സെയിം സാലറിക്കാണ് ജോലിക്ക് കയറുന്നത്. പക്ഷെ കൂടുതൽ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ രീതിയിൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ കൂടുതൽ വരുമാനം കൂടിയപ്പോൾ അർജുൻ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്തു. പുതിയ കാർ വാങ്ങി, പുതിയ വീട്, ലാവിഷായിട്ട് വെക്കേഷനൊക്കെ പോകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ വരുമാനം കൂടിയെങ്കിലും പെട്ടെന്ന് തന്നെ അവന് ചെറിയൊരു സേവിങ്സിൽ പേ ചെക്ക് ടു പേ ചെക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ രവി കുറച്ചും കൂടി ശ്രദ്ധിച്ചായിരുന്നു കാര്യങ്ങൾ ചെയ്ത്. വരുമാനം കൂടിയപ്പോൾ അവൻ ബഡ്ജറ്റ് ഒക്കെ ഉണ്ടാക്കി അതിൽ നല്ലൊരു പോർഷൻ അവൻ സ്റ്റോക്സിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കൊക്കെ ഇട്ടു. 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും അർജുൻ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ അന്നപ്പോഴേക്കും നമ്മുടെ രവി നല്ലൊരു ഫൈനാൻഷ്യൽ ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അവന് വേണമെങ്കിൽ ഇപ്പോൾ ഏർലി റിട്ടയർമെന്റിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാൻ വരെ സാധിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. സോ നിങ്ങൾ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് നിങ്ങൾ കളയരുത്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിട്ടുപോകരുത്. സോ നിങ്ങളിപ്പോൾ ഒരു ബഡ്ജറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക. ഇനി അടുത്ത് ഡെറ്റ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കടങ്ങളൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് പീരീഡ് ആണ് 40s എന്ന് പറയുന്നത്. അപ്പോൾ 40s നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പത്തേക്കാളും കൂടുതൽ ഫൈനാൻഷ്യൽ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതേസമയത്ത് നിങ്ങളുടെ മുമ്പിൽ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അധികം ദൂരെയൊന്നല്ല ഉള്ളത്. സോ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഫൈനാൻഷ്യൽ മിസ്റ്റേക്സ് ഒന്നും വരുത്താൻ അധികം സമയമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ 40കളിൽ കടങ്ങൾ തീർക്കാനുള്ള ഒരു വഴി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. സോ എങ്ങനെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കടങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് രത്തൻ ടാറ്റ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കടക്കെണിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുമ്പോഴാണ്. അതുപോലെ ബുദ്ധിപൂർവ്വം ചെലവാക്കുക, അതുപോലെ തന്നെ ഭാവിയിലേക്ക് വേണ്ടി നിങ്ങൾ സേവ് ആക്കുക. അപ്പോൾ ഇതാണ് കാര്യം വരുന്നത്. അപ്പോൾ കാര്യം സിമ്പിൾ അല്ലേ? അപ്പം നമുക്കിതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യത് നോ യുവർ നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കടമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്, ആർക്കൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത്, മന്ത്ലി എന്തൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് പണം വേണം എന്നുള്ളത് നമ്മൾ നോക്കുക. നിങ്ങൾക്കിപ്പം നിലവിലുള്ള കടങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. അതായത് ഹോം ലോൺ പോലെയുള്ളതിനൊക്കെ നിങ്ങൾ ഫോക്കസ് നിങ്ങൾ കൊടുക്കുക. ഇനി അടുത്ത് കൂടുതൽ കടം എടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. എസ്പെഷ്യലി ഇപ്പം നിലവിലുള്ള ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ കടം എടുക്കാതിരിക്കുക. അടുത്ത് നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള വഴികൾ നിങ്ങൾ നോക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈഡ് ജോബോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ വേണമെങ്കിൽ ആകാം. സോ ഈ ഒരു എക്സ്ട്രാ ഇൻകം വെച്ചിട്ട് കടം പെട്ടെന്ന് അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത് മൈൻഡ്ഫുൾ സ്പെൻഡിങ് ആണ്. അതായത് ലക്ഷറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് നമുക്ക് ചെയ്യാം, പക്ഷേ കടം വീട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. സോ എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക. അടുത്തത് നമ്മളൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എമർജൻസി ഫണ്ട് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും വീണ്ടും ഒരു കടത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം വരില്ല. അടുത്ത് ടൈംലി പേയ്മെന്റ്സ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡ്യൂ, അതുപോലെ ലോൺ EMI ഒക്കെ ഓൺ ടൈം ഫുൾ അടയ്ക്കുക. അപ്പോൾ ഒരു പേയ്മെന്റ് വിട്ടുപോയാൽ തന്നെ അത് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ 40കളിൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കടത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ടൂൾ ആവാം, അല്ലെങ്കിൽ അതൊരു കടക്കെണി ആവാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചിട്ടാവും അത് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ബെനിഫിറ്റ് എടുക്കാവുന്ന കാർഡ് നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോറിനായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ ഒരു 40% താഴെ മാത്രം നിങ്ങൾ യൂട്ടിലൈസേഷൻ വെക്കുക. ഇനിയിപ്പോൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ എല്ലാ ബില്ലുകളും നിങ്ങൾ അടയ്ക്കുക. അങ്ങനെയെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ സ്പെൻഡിങ് അലേർട്ട്സ് നിങ്ങൾ വെക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തത് ശരിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രൈം ടൈമിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാകും. അപ്പം നിങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അതുകൊണ്ട് തന്നെ ലോങ് ടേമിലേക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ലൈക്ക് ഇപ്പം മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം സമയം വേറൊരു ഫാക്ടറാണ്. ഈവൻ നിങ്ങളിപ്പം ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നതെങ്കിലും ഇപ്പോൾ 40s തന്നെ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 20 വർഷം ഇനിയും റിട്ടയർമെന്റിനുണ്ട്. സോ ഇപ്പോൾ ആണെങ്കിലും നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരാനുള്ള സമയം ഇപ്പോഴാണെങ്കിൽ ബാക്കിയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 40കളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ റിസ്ക് ടോളറൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെറ്റ് അതുപോലെ തന്നെ ഇക്വിറ്റിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റിസ്ക് കുറവാണ്. പക്ഷേ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിനാണ് കൂടുതൽ റിട്ടേൺസ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആസറ്റ്സ് ഉണ്ടാവുക
പോവുക എന്നല്ല. അപ്പോൾ ആ ഒരു അസറ്റ് ടൈപ്സിനുള്ളിൽ തന്നെ നമ്മൾ എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. സപ്പോസ് നിങ്ങളിപ്പം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 1,00,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഡൈവേഴ്സിഫൈഡ് അപ്രോച്ച് എന്ന് പറയുന്നത് 60% ഡെറ്റ് ഇൻസ്ട്രുമെന്റിലേക്ക് നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം, 40% ഇക്വിറ്റിയിലേക്കും. അതായത് ഇവിടെ 60,000 രൂപ സേഫർ ഓപ്ഷൻസ് ലൈക്ക് ഇപ്പം PPF, ഗവൺമെന്റ് ബോണ്ട്സ് അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് ഇടാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിനൊക്കെ റിസ്ക് കുറവാണ്, അതുപോലെ തന്നെ മിക്കപ്പോഴും റിട്ടേൺസും കുറവാണ്, പക്ഷേ സ്റ്റഡി ആയിരിക്കും ഇത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നോക്കാം. അപ്പോൾ ട്രഡീഷണൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിനേക്കാളും കുറച്ചും കൂടി റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയിപ്പോൾ 40,000 രൂപ നിങ്ങൾക്ക് ഇക്വിറ്റിയിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സ് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്സ് അല്ലെങ്കിൽ ഫണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്, അതുപോലെ തന്നെ മോഡറേറ്റ് റിട്ടേൺസ് നൽകും. അപ്പോൾ മിഡ് ക്യാപ് അതുപോലെ സ്മോൾ ക്യാപ് ഒക്കെ വോളറ്റിലിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ റിട്ടേൺസും കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് റിട്ടയർമെന്റിലേക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പം നിങ്ങളുടെ 40കളിലാണ്, 60 വയസ്സാകുമ്പോഴേക്കും റിട്ടയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കംഫർട്ടബിൾ റിട്ടയർമെൻറ്റിനായിട്ട് നിങ്ങൾക്ക് ഇനിയും ഒരു 20 വർഷം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിലവിൽ നിങ്ങൾക്കൊരു 40,000 രൂപ ചിലവുണ്ട്. അങ്ങനെയെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 5,80,00,000 രൂപയോളം നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പം ഇത് നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ മാസം ഒരു 16,100 രൂപ നിങ്ങൾ റിട്ടയർമെൻറ്റ് ഫണ്ടിലേക്ക് മാസം നിങ്ങൾ മാറ്റി വെക്കണം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പതുക്കെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഫണ്ടിലേക്ക് ഇടുന്ന പൈസ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ റിട്ടയർമെൻറ്റിനായിട്ട് 10% നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളിത് ഒരു 15% അല്ലെങ്കിൽ 20% കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നാൽ തന്നെ ബൈ ടൈം അത് വലിയൊരു മാറ്റമാവും ലൈഫിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട് ഓരോ ഓപ്ഷൻസിനും. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്ന ഓപ്ഷൻസ് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ, നിങ്ങളുടെ റിസ്ക് ടോളറൻസ്, ടൈം ഹൊറിസോൺ, ഇതനുസരിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇൻ ഡെപ്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. സോ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അപ്പം നിങ്ങളിവിടെ ഓർക്കുക, റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ തുക ഉണ്ടാക്കിയെടുക്കുന്നതല്ല, മറിച്ച് ഈ ഒരു തുക ഒരു മന്ത്ലി ഇൻകം ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ചിലവുകൾക്കൊക്കെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺസ് നൽകാൻ സാധിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ റെഗുലർ ആയിട്ട് വരുമാനം ഇല്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ വേണ്ടി സാധിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം വരുന്നത്. സോ നിങ്ങൾ ഓർക്കുക, 40s എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ചിലവുകൾ ലൈക്ക് ഇപ്പോൾ മക്കളുടെ പഠനം, ഹെൽത്ത് കെയർ, കടം വീട്ടൽ, ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്, നിങ്ങളിപ്പം നിങ്ങൾ എടുക്കുന്ന തീരുമാനം അതായിരിക്കും വരും വർഷങ്ങളിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തീരുമാനിക്കപ്പെടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നത്. സോ നാളെ ആവട്ടെ എന്ന് വിചാരിക്കാതെ എല്ലാവരും ഇന്ന് തന്നെ ഒരു പ്ലാനിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇനിയും അത് ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയേക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്കിതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.